പല വിലയ്ക്കുള്ള ഹിയറിംഗ് എയ്ഡ് ഉണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് 10,000 രൂപയുടെ ഹിയറിംഗ് എയ്ഡ് മതിയോ? അതോ 4,50,000 രൂപയുടെ വേണോ? ഇല്ല 2 ചെവിയിലും വെച്ച് 9,00,000 ഹിയറിംഗ് എയ്ഡ് വേണോ? അത് ശരിക്കും എങ്ങനെയാണ് എനിക്ക് ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലാവുക? അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ചൂസ് ചെയ്യുക? ഹിയറിംഗ് എയ്ഡിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു 20,000 മുതൽ, പ്രോഗ്രാമബിൾ ഹിയറിംഗ് എയ്ഡ്സ് നമുക്ക് 20,000 മുതൽ ഇറ്റ് ഗോസ് അപ് ടു ഒരു 4.5 ലാക്ക്. സിംഗിൾ ഹിയറിംഗ് എയ്ഡിനാണ് ഞാൻ പറയുന്നത്. ഒരു ഹിയറിംഗ് എയ്ഡിന് 20,000 മുതൽ 4,50,000 രൂപ വരെ പോകുന്ന ഹിയറിംഗ് എയ്ഡ്സ് അവൈലബിൾ ആണ്. ബേസ് മോഡൽസ് വരുന്നതെല്ലാം എനിക്കൊന്ന് അപ് ടു ഒരു 45,000 വരെ വരുന്നതെല്ലാം ബേസ് മോഡൽസാണ്. അതിൽ കൂടുതലും റീചാർജബിലിറ്റി ഒന്നുമില്ല. ബാറ്ററി നമ്മൾ എക്സ്ചേഞ്ചബിൾ ബാറ്ററീസ് വരുന്ന മോഡൽസ് തന്നെയാണ് വരുന്നത്. റീചാർജബിൾ എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാ മാനുഫാക്ചറേഴ്സിനും ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 50,000 റുപ്പീസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് കഴിഞ്ഞാൽ ദർ ആർ ഡിഫറെൻറ്റ് സീരീസ്. ഏറ്റവും പുതിയ സീരീസിന് പ്രൈസ് വ്യത്യാസമുണ്ട്. അവർ ഏറ്റവും പുതിയ ഫീച്ചേഴ്സ് ആയിരിക്കും വരുന്നത്. ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും. ഒരു നോയ്സിൻ്റെ പ്രസൻസിലാണെങ്കിലും മൾട്ടിപ്പിൾ സ്പീക്കേഴ്സിൻ്റെ പ്രസൻസിലാണെങ്കിലും ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതാണ് പ്രൈസ് പോയിൻ്റ് ആക്ച്വലി വരുന്നത്. ഇനി എനിക്ക് ഏത് പ്രൈസിലുള്ളത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് എനിക്ക് എന്തുമാത്രം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഫാക്ടർ മാത്രമാണ്. എനിക്കിപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് 50,000 എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ആ 50,000 എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് വലിയ ക്ലാരിറ്റി തരുന്നില്ല. അപ്പം ഐ ക്യാൻ ട്രൈ ദി ബെറ്റർ വേർഷൻ. അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ വേർഷൻ ട്രൈ ചെയ്യുമ്പോൾ മേ ബി എനിക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലത്തെ വേർഷൻ ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഞാൻ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ ഹാപ്പിയാണ്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക, പ്രൈസിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കരുത്. അത് ജസ്റ്റ് ഒരു ഫാക്ടറാണ്, ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, അല്ല എന്നുള്ളതല്ല. പ്രൈസ് ഒരു കാര്യമാണ്, അതുപോലെ തന്നെ ബ്രാൻഡ് റിലയബിലിറ്റി രണ്ടാമത്തെ കാര്യമാണ്, അതിൻ്റെ സർവീസ് അടുത്തൊരു കാര്യമാണ്, ഹൗ വെൽ ദി ഓഡിയോളജിസ്റ്റ് ഈസ് ട്രെയിൻഡ് അത് അടുത്തൊരു ഫാക്ടറാണ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ ഹിയറിംഗ് ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. ബിക്കോസ് ഹിയറിംഗ് എയ്ഡ് വാങ്ങുന്ന നമ്മൾ ഒരു ദിവസമുള്ളൂ. ഈ ഹിയറിംഗ് എയ്ഡ് നമ്മൾ അടുത്തൊരു 5 കൊല്ലം യൂസ് ചെയ്യുമ്പോഴത്തേനും ഈ ബാക്കി 5 കൊല്ലം അതിൻ്റെ സർവീസാണ് നമുക്ക് പ്രൈമറി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഓൺ ടൈമായിട്ട് പ്രോപ്പറായിട്ട് വരണം. ചില കമ്പനീസിന് സർവീസ് ഡിലേ ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ കൊറിയർ ഡിലേ വരാറുണ്ട്. സോ എങ്ങനെ വേണമെങ്കിലും അത് എഫക്റ്റ് ചെയ്യാം. പക്ഷേ പ്രൈസിനെ മാത്രം വെച്ച് നമ്മൾ ഒരിക്കലും ഒരു ഹിയറിംഗ് എയ്ഡിനെ നമ്മൾ എന്താ പറയുക വാല്യുവേറ്റ് ചെയ്യരുത്. ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ്, ഞാൻ ഇപ്പം പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മേ ബി ഫോർ എക്സാമ്പിൾ ഈ 20,000 സ്റ്റാർട്ടിങ് ഹിയറിംഗ് എയ്ഡാണ് ഒരു പേഷ്യൻ്റ് ഓപ്റ്റ് ചെയ്തത്. ഞാൻ അവരോട് ഒറ്റ കാര്യം പറയുള്ളൂ, ഇഫ് യു ആർ ഏബിൾ ടു അഫോർഡ് ഓപ്റ്റ് ഫോർ എ ബെറ്റർ വൺ. കാരണം ഈ ഒരു ഹിയറിംഗ് എയ്ഡിൻ്റെ ക്ലാരിറ്റി ആയിരിക്കും ഞാൻ ഈ ഒരു 5 കൊല്ലം ഈ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുമ്പോഴും എനിക്ക് കിട്ടാൻ പോകുന്ന സൗണ്ട്സിൻ്റെ ക്ലാരിറ്റി. അപ്പം ആദ്യമേ ഞാൻ ഹാപ്പിയല്ല, ഞാൻ പ്രൈസിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ ഞാൻ ഓക്കെ ഏറ്റവും കുറഞ്ഞ മതി എന്നുള്ള കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 5 ഇയേഴ്സിന് ഞാൻ ആ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് അതിനകത്തൊരു മേജർ ഫാക്ടർ. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കുറയും. നമ്മളാദ്യം വാങ്ങുന്ന പോലെ ഒരു ക്ലാരിറ്റി ആയിരിക്കില്ല നമ്മൾ റെഗുലർ യൂസേജിൽ വരുമ്പോൾ. ഒരുപാട് ഫൈൻ ട്യൂണിങ് വരും. ഒരു ബേസ് മോഡൽ ഞാൻ എത്ര ടൈം ഫൈൻ ട്യൂൺ ചെയ്താലും ആ ഹിയറിംഗിൽ ഒരു ലെവൽ ഓഫ് പെർഫോമൻസിന് മുകളിൽ പോകില്ല. ബിക്കോസ് അതിനകത്ത് യൂസ് ചെയ്യുന്ന ടെക്നോളജി അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിച്ചാലും ഇതിനത് എടുക്കാൻ പറ്റില്ല ബേസിക്കലി ഒരു ബേസ് മോഡൽ ഹിയറിംഗ് എയ്ഡ്സ്. അപ്പം എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഒരു ബെറ്റർ ഹിയറിംഗ് എയ്ഡ് ചൂസ് ചെയ്യുക വിത്ത് ഓൾ ദി ഫീച്ചേഴ്സ്. ഏറ്റവും പ്രീമിയം വേണമെന്നും അല്ല ഞാൻ പറയുന്നത്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൾവേസ് ഗോ ഫോർ എ ബെറ്റർ വൺ. ഒറ്റ കണ്ടീഷൻ എനിക്കുള്ളൂ, അത് വെച്ച് നോക്കുമ്പം യു ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. ആദ്യം പോലെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അത്ര മാത്രമുള്ള എൻ്റെ കണ്ടീഷൻ. അതിനുശേഷം ഈ പ്രൈസ് ബാക്കി ഫീച്ചേഴ്സ് ഇതെല്ലാം നമുക്ക് കയറി വരുള്ളൂ.